നമസ്കാരം. സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ വ്യത്യസ്തമായ അനുഭവങ്ങൾ തേടിയുള്ള വ്യത്യസ്തനായ അതിഥികളെ തേടിയുള്ള യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ചാക്കയ്ക്കടുത്ത് IMIക്കടുത്തൊരു വർക്ക്ഷോപ്പിലാണ്. ഈ വർക്ക്ഷോപ്പിനകത്ത് ഇവർ പെട്ടെന്ന് എന്തോ ആൾ വന്നൊരു ചാക്ക എന്തോ സാധനം ഇങ്ങനെ എടുത്ത സമയത്ത് പെട്ടെന്ന് അതിൻ്റെ അടിയിലോട്ടൊരു സാധനം എഴഞ്ഞു കയറും, ഒരു അതിഥി ഇങ്ങനെ എഴഞ്ഞു കയറുന്നത്. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല, അവർ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് അതിഥി ആരാണെന്ന് ചോദിക്കാം, അത് അവരോടൊപ്പം അവരെ കണ്ട് എന്നതിന് ശേഷം നമുക്ക് ബാക്കി വിശേഷങ്ങൾ പങ്കുവെക്കാം. നമസ്കാരം, സുഖമായിരിക്കുന്നല്ലോ. എന്താ പേര്? ചേട്ടാ എവിടെ കണ്ടെന്ന് പറഞ്ഞേ? ഇവരെ ഇവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്. ഓ, ഇത് മലയാളിയല്ലേ? ഇത് ഹിന്ദിക്കാരൻ. ओ भाई नाम क्या है भाई? दिनेश. ओ बड़ा वाला है? सांप है? ओ काला वाला है? काला नहीं, पीला था. पीला. ओ बड़ा है? बड़ा है. ओ मोटा. ഓ അപ്പോൾ എങ്ങോട്ട് പോയെന്നേട്ടാ പറഞ്ഞവര്? ഇവരെ അത് ഇളക്കാൻ ശ്രമിച്ചു. ആ ടാർപ്പ് ഇളക്കാൻ ശ്രമിച്ചപ്പോൾ അവിടെ ചുരുണ്ട് ഇരിക്കുന്ന കണ്ട് പേടിച്ച് ഇങ്ങോട്ട് മാറി. ആ സമയത്ത് ചേട്ടൻ കൂടെ പോയി നോക്കി. ആ അപ്പോഴും കണ്ട്. ചേട്ടൻ നോക്കിയപ്പോഴും കണ്ട്. പോയിട്ടില്ല. മൂർഖം തന്നെ. അതാണ് എനിക്ക് ഉറപ്പിച്ച് പറയാം. എന്തോ ഒരു സാധനം ഇരിക്കുന്നുണ്ട്. എന്തോ ഒരു സാധനമുണ്ട്, നല്ല വണ്ണമുണ്ട്, നല്ല പുള്ളി, മഞ്ഞപ്പുള്ളി കാണുന്നുണ്ട്. മഞ്ഞപ്പുള്ളി മഞ്ഞയിൽ കറുപ്പാണെങ്കിൽ ചേരയാണ്. ചേര വല്ല ആയിരിക്കും, ഒന്നൊരു പിടിയില്ല. എന്തായാലും നോക്കാം ചേട്ടാ, നോക്കാം. എന്തായാലും നമുക്ക് നോക്കാം. ഇതിനകത്തോ? ഇതിനകത്ത് അപ്പോൾ ഇവർ പറയുന്നത് ഇതിനകത്താണ്. പക്ഷേ ഒരു കാര്യമുള്ളത് എന്താണെന്നൊന്നും കണ്ടില്ല. പക്ഷേ ഇതാ ഇവിടെ ചട്ട അടപ്പുണ്ട് കേട്ടോ. ചട്ട, ഈ ചട്ടയുടെ പൊടിയാണ്. പക്ഷേ ചട്ട കണ്ടിട്ട് മൂർഖൻ്റെ ചട്ടേനാണ്, കോബയുടെ ചട്ടേനാണ്, സംശയമൊന്നുമില്ല. അപ്പോൾ ഇതിനകത്തൊന്നും എന്തായാലും ഇരിക്കാണ്ട് ഒരു സാധ്യത. ഇങ്ങനെ ഇവിടെ കണ്ടു, ഇവിടെ എങ്ങും ഇരിക്കാണ്ട് ഒരു സാധ്യതയില്ല. ഇവിടെയൊക്കെ നല്ല ടൈറ്റാണ്, ഇരിക്കാണ്ട് ഒരു. പിന്നെ അവരുള്ള ഇതിനകത്ത് ഇങ്ങോട്ട് തന്നെ കയറുന്നത്. അപ്പോൾ ഇതിനകത്തുനിന്ന് ഇങ്ങോട്ട് വേണമെങ്കിൽ പോവാം. ഇവർ കണ്ടതിന് ശേഷം ഇങ്ങോട്ട് ഇവിടെ കൂടെ പോയാൽ അറിയത്തില്ല, നല്ല സ്പേസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും സമയം കളയുന്നില്ല. ഇതിൻ്റെ അടിയിൽ കാണുന്നില്ല. ചാക്കിൻ്റെ അടിയിൽ ഹോളുണ്ട്. ഇനി അതിൻ്റെ അടിയിലോട്ട് കയറിയിട്ടുണ്ടോ എന്നുള്ളത് അറിഞ്ഞുകൂടാ. അതായിരിക്കും. ഇതാ പിന്നെ വന്ന് പെട്ടെന്ന് ചാക്കെടുത്ത് ഒരു സാധനം കണ്ടു. പക്ഷെ നല്ല മഞ്ഞ. ഇതല്ല. പക്ഷെ നോക്കിയോളൂ, ഇതിനൊരു പടം പൊഴിച്ചിട്ടില്ല. കണ്ടോ? കണ്ടോ? ഇതല്ല, വേറെയും കാണും. മിക്കവാറും അധികം ഹോള് കാണാൻ സാധ്യതയില്ല. കണ്ടോ? ഇത് പടം പൊഴിക്കാറായി. അത് കണ്ടോ? ഇത് പടം പൊഴിക്കാറായി. അതാ കണ്ടോ? പടം പൊഴിക്കാറായി. അത് അതിനെന്തോ വയ്യായികയുണ്ട്. ദേഹത്ത് ഒരു മുഴ പോലെ. കണ്ടോ? ദേഹത്തൊരു മുഴ പോലെ കാണുന്നുണ്ട്. കണ്ടോ? അകത്തോട്ട് എന്തായാലും ഹോളില്ല. അതാ ഇറങ്ങി വരും. ഇതാ കല്ലിൻ്റെ അകത്തോട്ട് കയറിയാൽ എന്താ സംഭവിക്കാമെന്നറിയാം. നമുക്കിതെല്ലാം ഇറക്കി മാറ്റേണ്ടി വരും. പടമൊക്കെ അതിൻ്റെ ഇടയിൽ പൊഴിച്ചിട്ട് കണ്ടോ? അതിൻ്റെ ഇടയിൽ പടം പൊഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് കണ്ട പടം പൊഴിച്ചിട്ട് എങ്ങനെ ഉണ്ടോ? ഇത് ഫീമെയിൽ മുട്ടയിട്ടു. കണ്ടോ? അപ്പോൾ ഇത് മുട്ടയിട്ടാണ്. എനിക്കിവിടെ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഇവിടെ മുട്ടയാണ്. വേണ്ട, മുട്ടയിട്ടതിൻ്റെ പാടത്ത് ഇതാണ് നമ്മൾ പാമ്പിനെ പിടിക്കാൻ നമ്മൾ നോക്കുന്നത്. ഇങ്ങനെ മുട്ടയിടുന്ന തീർച്ചയാകുമ്പോൾ ഇങ്ങനെ ഈ ഒരു ഏരിയ, ഈ ഒരു മോശം പോകുന്ന ഏരിയ ഇങ്ങനെ ഓപ്പൺ ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ അത് മുട്ടയിട്ടു എന്നുള്ളതാണ്. കണ്ടോ? മുട്ടയിട്ടുകൊണ്ട് 30 മേളിൽ മുട്ടയിടാനുള്ള സാധ്യതയുണ്ട്. 30 മേളിൽ മുട്ടയിടാനുള്ള സാധ്യത. ഫീമെയിലാണ്. ഏകദേശം 7 വയസ്സ് 8 വയസ്സ് പ്രായമുണ്ട്. പക്ഷേ കഴിഞ്ഞ വർഷമോ കഴിഞ്ഞ മുമ്പത്തെ വർഷം ഇത് മുട്ടയിട്ടിട്ടുണ്ട്. അതിന് പാമ്പ് നല്ല ടയേർഡാണ്. അപ്പോൾ നമ്മളെന്തായാലും നമുക്ക് ഇനി മുട്ടയുണ്ടാകുന്ന നോക്കണം, വേറെ പാമ്പുണ്ടാകുന്നത്. അപ്പോൾ നമ്മളെന്തായാലും ഇദ്ദേഹത്തിനെ ചാക്കിലാക്കുകയാണ്. ചാക്കിലാക്കിയിട്ട് നമുക്ക് മറ്റേ അതിൽ കൂടെ നോക്കിയതിന് ശേഷം നമുക്ക് ആ ചാക്കിങ് തരാമോ സാറേ? നമുക്കിതിൽ ഇദ്ദേഹത്തിന് നമ്മൾ ചാക്കിലാക്കുകയാണ്.
നമ്മളതത്തെ ചാക്കിലാക്കി ഇനി ഒന്ന് ഉടക്കി വെച്ച് കെട്ടി വെച്ചിട്ട് നമുക്ക് ബാക്കി കൂടെ നോക്കണം. കാരണം വെച്ചാൽ വേറെ ഒന്നുമില്ല, ഇത് ഒന്ന് ചട്ട പൊഴിച്ചിരിക്കുന്നു കണ്ടോ. പക്ഷേ ഇത് ചട്ട പൊഴിച്ചിട്ടില്ല. മറ്റൊന്നും അത് ഫീമെയിലിൻ്റെ ചട്ടയാണ്. ഇനി 2-3 കാര്യങ്ങൾ, അപ്പോൾ നമുക്കതും കൂടി നോക്കാം. അവിടെ ഒരു ഹോളുണ്ട്, നമ്മളിതിനെ മാറ്റി വയ്ക്കുകയാണ്. ഇവിടെ ഒരു ഹോളുണ്ട് കേട്ടോ, ഇറങ്ങി വരണം പോകാനൊക്കെ സാധ്യത. മുട്ട ഉണ്ടെന്ന് മുട്ട ഇട്ടിട്ടുണ്ട്, ഇവിടെയാണോന്ന് നമുക്കറിയില്ല. അടിപൊളി. ഞാൻ പറഞ്ഞ പോലെ മറ്റൊരു പാമ്പുമുണ്ട്, മുട്ടയുണ്ട്. പക്ഷെ അത് നല്ല ഗ്ലേസിങ് ആണല്ലോ. നോക്ക്, ഞാൻ ചാക്ക് മാറ്റയാണ്. ദാ കണ്ടോ, അത് ആണ് യഥാർത്ഥ മെയിൽ അതിഥി. മെയിൽ സാറിന് മുട്ടയ്ക്ക് അടയിരിക്കാറില്ല. ഓ, ഒരു വലിയ മൂർഖൻ മതി കണ്ടോ. അപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു 8 വയസ്സിന് മേളിൽ പ്രായം വരുന്ന വേറൊരു പ്രത്യേകത വേണ്ടി. ഇതും ഫീമെയിലാണ് കണ്ടോ. പക്ഷേ ഇത് മുട്ടയിട്ടാൽ മതി കണ്ടോ. ഇനി ഇതിനകത്താണോ വേറെയാണോ നല്ല മുട്ടയിട്ടാൽ മതി കണ്ടോ. കണ്ടോ, ഇതും ഫീമെയിലാണ്, മെയിലല്ല. കണ്ടാൽ മെയിലിൻ്റെ ഒരു കട്ടാണ്, പക്ഷേ മെയിലല്ല, ഫീമെയിൽ കണ്ടോ. ഏകദേശം 8 വയസ്സോളം പ്രായം വരുന്ന ഒരു ഫീമെയിൽ അതിഥി. കണ്ടാലൊരു മെയിലിൻ്റെ കട്ടാണ്, മെയിലല്ല, ഫീമെയിൽ ഉണ്ടോ. ഫീമെയിലാണ് നമ്മളിങ്ങനെ ഈ ബോഡി ഉണ്ടോ ഇങ്ങനെ പരക്കുന്നുണ്ടോ. ഇനി ഇത് മറ്റേ അതിഥി വേറെ എവിടെയെങ്കിലും മുട്ടയിട്ടാന്ന് അറിയില്ല. ഇത് എന്തായാലും അതിൻ്റെ പുറത്തിരിക്കുകയായിരുന്നു. എന്തായാലും 30-ന് മേളിൽ മുട്ടയുണ്ട്, യാതൊരു സംശയം. അപ്പോൾ ഇതൊക്കെ മുട്ടയിട്ടൊരു 38 മുതൽ 30 മുതൽ 38 വരെ പോകാം. ചിലപ്പോൾ 40-ന് മേളിൽ. ഇത് നല്ലൊരു ഗ്രോത്തുള്ളൊരു മെയിലുമായിട്ട് മാറ്റിങ് ആയിട്ടുണ്ടെങ്കിൽ ഏകദേശം 40-ന് മേളിൽ മുട്ടയുണ്ടാവും. പക്ഷേ ഇതിപ്പോൾ എനിക്ക് തോന്നുന്നതാ മുട്ടയുണ്ടോ ഏകദേശം 38ഓളം മുട്ടകളുണ്ട്. എന്തായാലും സന്തോഷം. എന്താണെന്നറിയാം, നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഈ വർഷത്തെ 2026 ആദ്യത്തെ 2 മൂർഖൻ അതിഥിയും മുട്ടയും. സാധാരണ ഈ സമയമൊക്കെ എനിക്ക് 3-4-5 കേസ് കിട്ടുന്നതാണ്. എന്തായാലും അതെന്തായാലും നമുക്കൊരു ഭാഗ്യമുണ്ട്, സന്തോഷമുണ്ട്. അപ്പോൾ നമ്മൾ ഇദ്ദേഹത്തെ ചാക്കിലാക്കുകയാണ്. സാർ, ആ ചാക്കൂടം തരാമോ? എന്തായാലും രണ്ടുപേരും നമ്മൾ ചാക്കിലാക്കി സേഫാണ്. എന്തായാലും സന്തോഷം, എന്നെ സംബന്ധിച്ച് സന്തോഷമുണ്ട്. നമ്മുടെ പ്രേക്ഷകർക്ക് സന്തോഷം ഉണ്ടാകാൻ സാധ്യത. കാരണം ഈ വർഷത്തെ ആദ്യത്തെ അത് ഞാൻ എല്ലായിടത്തും ഈ മതിൽ വിളിക്കാനും കളിക്കാൻ പോകുമ്പോൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, മുട്ടയും കൂടെ കാണണേ ഇല്ല. അപ്പോൾ ഞാൻ എന്തായാലും ഇദ്ദേഹത്തെ കൂടെ എടുക്കാം, കാരണം ഭയങ്കര സൗണ്ട് അവിടെ. അപ്പോൾ നമ്മൾ ഇദ്ദേഹത്തെ എടുത്ത് അകത്തോട്ട് കൊണ്ട് വയ്ക്കാം. മുട്ടയുടെ എണ്ണം കണ്ടോ, എലിമാളത്തിൽ കണ്ടോ. എന്ത് ഭാഗ്യം ഇവർ കണ്ടതെന്ന്. അല്ലെങ്കിൽ ഒരു 2 ആഴ്ച കൂടെ കഴിയുമ്പോൾ, അല്ല 2 ആഴ്ച 50 ദിവസം കൂടെ കഴിയുമ്പോൾ ഇതെല്ലാം വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ നല്ല അടിപൊളിയായിട്ട് ഇരുന്നേനെ. ഇത് കണ്ടോ, 2, 4, 6, 8, 10, 12, 14, 16, 18, 20, 22, 24, 26, 28 ഏകദേശം 30ഓളം മുട്ടകൾ കണ്ടോ. നമുക്ക് മേളിൽ മാത്രം കാണാൻ പറ്റുകയല്ല, അടിയിലുണ്ട് കണ്ടോ, അടിയിലുണ്ട്. നമുക്ക് എന്തായാലും അങ്ങോട്ട് ഇത് എടുത്തോണ്ട് അകത്തോട്ട് അങ്ങോട്ട് മാറി നിൽക്കാം. സ്നേക്ക് മാസ്റ്റർ പ്രേക്ഷകർക്ക് വേണ്ടിയുള്ള വ്യത്യസ്തമായ അനുഭവങ്ങൾ തേടിയുള്ള യാത്രയിൽ ഇന്ന് നമ്മുടെ സ്വന്തം തിരുവനന്തപുരം ജില്ലയിൽ നമ്മുടെ സ്വന്തം ചാക്കയ്ക്കടുത്ത് IMIക്കടുത്ത് കാർ വർക്ക്ഷോപ്പിൽ അവിചാരിതമായിട്ട് ഒരാതിഥി അവർ കണ്ടുള്ളൂ. പക്ഷേ എനിക്കൊരു സംശയം തോന്നി. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് പടം പൊടിച്ചിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നി, പടം 2ആയിട്ടും എനിക്ക് തോന്നി. ഞാൻ മിണ്ടിയില്ല. എന്തായാലും ഭാഗ്യമുണ്ട്, നമ്മുടെ ഈ വർഷത്തെ നമ്മുടെ ആദ്യത്തെ 2026 ആദ്യത്തെ എന്താ പറയുക മുട്ടയോട് കൂടിയുള്ള അതിഥികൾ. പക്ഷേ ഒരു പ്രത്യേകത ഉള്ളത്, നമ്മൾ കണ്ടു കഴിഞ്ഞാൽ 2 ഫീമെയിൽ അതിഥികളാണെന്ന് തോന്നുന്നു. പക്ഷേ 2 മെയിൽ അതിഥികൾ, പക്ഷേ മെയിലും ഫീമെയിലും അല്ല, 2 ഫീമെയിൽ അതിഥികൾ ഉണ്ടോ. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ മുട്ടയാണോ ഇദ്ദേഹത്തിൻ്റെ മുട്ടയാണോ എന്നൊരു പിടിയില്ല. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ മുട്ടയാവാൻ സാധ്യത. പക്ഷേ ഇദ്ദേഹം മുട്ടയിട്ടില്ല. പക്ഷേ മുട്ടയ്ക്ക് അടയിരുന്നത് ഇദ്ദേഹമാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഒരു സ്ഥലത്ത് തന്നെ ഇനി ഇദ്ദേഹത്തിൻ്റെ മെയിൽ ഇവിടെ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല.
മെയിൽ ചിലപ്പോൾ വേറെ അങ്ങോട്ടെങ്കിലും പോയിരിക്കാം. ചിലപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ വേറെ വണ്ടി കയറിയിട്ട് അങ്ങനെ ഈ അടുത്ത കാലത്ത് ഇവിടെ ഈ സൈഡിൽ വണ്ടി തട്ടി മരണപ്പെട്ട 2-3 കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ അടുത്ത കാലത്ത് ഈ തൊട്ടടുത്ത് ഈ മെയിൻ റോഡിൽ ലോറിയോ കാറോ കെട്ടിട്ടാണ് ചത്ത ഓടയ്ക്കകത്ത് തന്നെ വണ്ടി കയറി കിടക്കുന്നവർ വിളിച്ച് പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞു നമുക്ക് വണ്ടി കയറി കിടക്കുന്നതിന് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞു. ചെയ്യാനില്ല എന്ന് വെച്ചാൽ അത് മരിച്ചു പോകുന്നു. കാരണം ഇപ്പം തന്നെ ഈ അടുത്ത ഈ ഒരു മാസം കൊണ്ട് എനിക്ക് കിട്ടിയത് വണ്ടി കയറിയത് എറിഞ്ഞത് അടിച്ചത് കമ്പി കൊണ്ട് കുത്തിയൊക്കെ കിട്ടിയത് 10ഓളം പേരാണ്. 10ഓളം പേര് മരിച്ചു. ഈ 10ഓളം പേര് മരിച്ചു. നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. അതുകൊണ്ട് വലിയ മുറിവൊക്കെ ഒന്നും ചെയ്യാനില്ല. JCB വെച്ച് മണ്ണി മാന്തുമ്പോൾ കിട്ടുന്നത് പിന്നെ കല്ല് മാറ്റുമ്പോൾ കിട്ടുന്നതൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊന്നും നമുക്ക് വലിയ മുറിവൊക്കെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കൊണ്ടുവച്ച് സേവ് ചെയ്ത് കെട്ടിയാലും അത് ഇതായിപ്പോയി. അറിയാം, നമുക്ക് പാമ്പ് വളർത്തുന്നവർക്ക് അത് ചെറിയ മുറിവൊക്കെ നമുക്ക് തുന്നി കെട്ടുകയോ മരുന്ന് വെച്ചൊക്കെ ചെയ്താൽ വിജയിപ്പിക്കാം. പക്ഷേ വലിയ മുറിവൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അന്നോ പിറ്റെന്നോ അല്ലെങ്കിൽ 10 ദിവസം കഴിഞ്ഞിട്ടൊക്കെ മരണപ്പെടാം. അതിന് സാധ്യത കൂടുതലാണ്. അതിന് യാതൊരു സംശയമില്ല. അപ്പോൾ എന്തായാലും സന്തോഷം. നല്ല ആരോഗ്യമുള്ള ഒരു പെൺമൂർഖന് അതിഥി, ആരോഗ്യം കുറഞ്ഞ മുട്ടയിട്ട് ഏകദേശം 30ഓളം മുട്ടകൾ സമ്മാനിച്ച ഒരു പെൺമൂർഖനതി. അദ്ദേഹത്തിൻ്റെ അടുത്ത ചട്ട പൊഴിക്കാറായി. നേരത്തെ ചട്ട പൊഴിച്ചിട്ടുണ്ട്. ഇദ്ദേഹം പടം പൊഴിച്ചു. പക്ഷേ ഇദ്ദേഹം ഫീമെയിലാണ്. പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇത് മെയിലാണെന്ന്. പക്ഷേ മെയിലല്ല, ഫീമെയിൽ തന്നെയാണ്. ഇദ്ദേഹം ഫീമെയിൽ. എൻ്റെ എന്താ പറയുക, നമുക്ക് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിനിടയിൽ നമുക്കറിയാൻ പറ്റും. വയറ് കണ്ടാൽ, വാല് കണ്ടാൽ, തല കണ്ടാലൊക്കെ നമുക്ക് മെയിലും ഫീമെയിലും അറിയാൻ പറ്റും. അങ്ങനെ നമ്മൾ ഇതിനെ മെയിലാണോ ഫീമെയിലാണോ തീരുമാനം. പക്ഷേ ഇതിൻ്റെ തൊണ്ടയ്ക്ക് താഴെ ഒരു മുഴയുണ്ട്. പക്ഷേ ഇത് നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ പടം അവിടെ യഥാർത്ഥത്തിൽ കാണുന്നില്ല. ഇദ്ദേഹത്തിൻ്റെ പടം തന്നെയാണ്, നേരത്തെ പൊഴിച്ച പടം തന്നെയാണ് അവിടെ കാണുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു രണ്ട് സെക്ഷൻ. ഇനിയിപ്പോൾ വേറെ എവിടെയെങ്കിലും ഈ അതിഥിയോ മുട്ടയിട്ടിട്ടുണ്ടോന്നല്ല. അപ്പോൾ ഇതിങ്ങനെ ഒഴിഞ്ഞാണ്. ഇപ്പോൾ ഇവർ 5 മണി 6 മണി കഴിഞ്ഞാൽ ഇവർ ഇവിടുന്ന് പോകും. പിന്നെ ഇവിടെ ആളില്ല. അപ്പോൾ അവർക്ക് യഥേഷ്ടം ഇവിടെ എന്താ പറയുക വിഹരിക്കാം, യഥേഷ്ടം ഇവിടെ സഞ്ചരിക്കാം. എന്തായാലും വളരെ സന്തോഷമുണ്ട്. വളരെ സന്തോഷം. നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി എനിക്ക് അതിലേറെ സന്തോഷമാണ്. കാരണം ഈ വർഷത്തെ ആദ്യത്തെ മൂർഖനദിയുടെ മുട്ടകൾ കിട്ടി. 30ഓളം മുട്ടകളുണ്ട്. എല്ലാം വിരിയും. നല്ല ഫ്രഷായിട്ട് നല്ല സേഫായിട്ട് നല്ല കട്ടിയുള്ള മുട്ടയാണ്. മുട്ട ഇട്ടിട്ട് ഇപ്പോൾ ഒരു 10 ദിവസത്തിൽ താഴെ, ഒരു 7-8 ദിവസത്തിൽ താഴെ, അല്ലെങ്കിൽ 10 ദിവസത്തിൽ താഴെ മാത്രമേ ആവുന്നുള്ളൂ. 10 ദിവസത്തിൽ താഴെ. ഇദ്ദേഹത്തിൻ്റെ കണ്ണിന്, ഈ സൈഡിലെ കണ്ണിനൊരു ചെറിയ പ്രശ്നമുണ്ട്. ആ സൈഡിലെ കണ്ണ് മൂടിയിരിക്കുന്നു. അതിന് കഴിഞ്ഞ പ്രാവശ്യം പടം പൊഴിഞ്ഞ് പോകാത്തതാണെന്നറിയില്ല. ഒരു വെള്ളം തന്നെ അങ്ങനെ കവറായിരിക്കുന്നു. നല്ല ക്ഷീണമുണ്ട്, നല്ല ശോഷിപ്പുണ്ട്. ഇദ്ദേഹത്തിന് എന്താ പറയുക നല്ല ആരോഗ്യമുണ്ട്. പക്ഷേ ഇത് എന്തായാലും ഇതേ ഒരു 7 വയസ്സ് പ്രായം വരും. ഇദ്ദേഹത്തിനും അതേ സെയിം ഒരു 6-7 വയസ്സ് പ്രായം വരുന്ന അതിഥിയാണ്. രണ്ടിൻ്റെ തല കണ്ടു കഴിഞ്ഞാൽ രണ്ടും ഫീമെയിലാണെന്ന് പറയുകയില്ല. കണ്ട് നമ്മൾ ഇത് പെണ്ണ് ഇതാണ്, ഇങ്ങനെ നമ്മൾ തീരുമാനിക്കും. അങ്ങനെ എല്ലാവരും തീരുമാനിക്കുന്നത് അങ്ങനെയാണ്. പക്ഷേ പല സ്ഥലത്തും പാമ്പ് പിടികൂടുന്ന സമയത്തൊക്കെ എനിക്ക് മാളത്ത് ഞാൻ പറഞ്ഞല്ലോ, ഒന്നിൽ കൂടുതൽ അതികളെ കിട്ടിയിട്ടുണ്ട്. 5ഓളം അതികളെ കിട്ടിയിട്ടുണ്ട്, 3ഓളം അതികളെ കിട്ടിയിട്ടുണ്ട്, ഒരുത്തരം 5 അണലിയൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇത് ഒരു സ്ഥലത്ത് ഒരു പെണ്ണല്ല, അല്ലെങ്കിൽ ഒരാണല്ല, അല്ലെങ്കിൽ 2 പെണ്ണല്ല, ചിലപ്പോൾ അതിൽ കൂടുതലുണ്ടാവും. അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുണ്ട്. നോക്കുക, നമുക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നല്ല സൈസുള്ള മുട്ട, നല്ല വലിയ സൈസുള്ള മുട്ട, നല്ല ഗ്രോത്തുള്ള മുട്ട. ഈ മുട്ടയൊന്നും കേടാവാൻ സാധ്യത. നമ്മൾ അത്രയ്ക്ക് സേഫായിട്ട് വെച്ച് അതിനെ വിരിയിക്കും. 2, 4, 6, 8, 10, 12, 14, 16, 18, 20, 22, ഏകദേശം 30, 28 മുട്ടയ്ക്ക് മേലെ. നമുക്ക് അടിയിലോട്ടുള്ള മുട്ട എണ്ണാൻ പറ്റുന്നില്ല. അടിയിലോട്ട് മുട്ടയുണ്ട്. ഒരു ഫീമെയിൽ അതിഥി മുട്ടയുടെ അടുത്ത് കാവലായിട്ട് വന്നിട്ടുണ്ട്. മറ്റൊരാൾ ഇങ്ങനെ മാറി നമ്മളെ തന്നെ വീഴ്ചിരിക്കും. നമ്മളെ തന്നെ വീഴ്ച കഴിഞ്ഞാൽ എൻ്റെ മുട്ട് അല്ലെങ്കിൽ ഈ പാദം, എൻ്റെ പാദത്ത് ചൂടിട്ടത്തില്ല. മുട്ടിലോ ഈ കൈയുടെ ചൂടാണ്. അതിങ്ങനെ വേറൊന്നും നോക്കുന്നത്. ഇത് കണ്ടോ, ഇങ്ങനെ അനക്കം നോക്കിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും മുട്ടയിട്ട് അത് തന്നെയാണ്. ഇദ്ദേഹം ഇട്ടിട്ടില്ല. പക്ഷേ ഇദ്ദേഹം പെണ്ണാണ്. ഇത് മെയിലല്ല. മെയിലെ കണ്ടു കഴിഞ്ഞാൽ മെയിലായിട്ടാണ് തോന്നുന്നത്. പക്ഷേ അത് ഫീമെയിൽ. കണ്ടു കഴിഞ്ഞാൽ ഇദ്ദേഹം മെയിൽ ആയിട്ടാണ് തന്നെ അദ്ദേഹത്തിൻ്റെ ഇരിപ്പ്. പക്ഷേ അല്ല, ചുണ്ട് വട്ടത്തിരിക്കുന്നു, വയറ് അടിയിൽ പരന്നിരിക്കുന്നു. അപ്പോൾ ഇത് നല്ല ടയേർഡുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ ഭാഗത്ത് ഇതൊരു പറമ്പാണ്. ഇവിടെ വേറെ കാണാം സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇവരൊന്ന് അലേർട്ടായിരിക്കും. അവരെപ്പോഴും ഇപ്പോൾ രാത്രിയൊക്കെ അവരിവിടുന്ന് പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഒരു സന്ധ്യയാകുമ്പോൾ അവർ പോവുകയാണ്. ഇവിടെ കാണുന്നില്ല. അപ്പോൾ പിന്നെ ഒരു അപകടമൊന്നും ഉണ്ടാകുന്നില്ല. അവർ പോകുന്നുണ്ട്. പിന്നെ അവർക്ക് ഇവിടെ വിഹരിക്കാം. ഇവിടെ വെള്ളത്തിൻ്റെ തണുപ്പുണ്ട്, അപ്പുറത്ത് പൈപ്പുണ്ട്, ബാത്റൂമുണ്ട്. ഇവരുടെ സ്ഥലം തന്നെയാണ്, ഇവരുടെ ആവാസം സ്ഥലം തന്നെയാണ്. ചേട്ടാ ആ ചാക്കിങ് തരാൻ വേണ്ട. അപ്പം നമ്മൾ സമയം കളയുന്നില്ല. കാരണം ഒരുപാട് കോളുകൾ വെയിറ്റിങ്ങിലുണ്ട്. 2 പേരെയും ഒരുമിച്ച് ഒരു ചാക്കിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ 2 പേരെയും അദ്ദേഹത്തിൻ്റെ ചാക്കിലാക്കി. സേഫാണ്. അപ്പോൾ ഇനി ഇദ്ദേഹത്തിനെയും കൂടി നമ്മൾ ഒരുമിച്ച് പിടിച്ചല്ല, അവരെ ഒരുമിച്ചങ്ങ്
ആ വള്ളിയും കൂടി തരും. അപ്പോൾ നമ്മൾ രണ്ടുപേരെ ഒരു ചാക്കിലാക്കി, അവർ സേഫാണ്. ഇനി നമ്മൾ മുട്ട ആളിനെ കൂടി നമ്മൾ സേഫാക്കി. ഇനി മുട്ടയും കൂടി ഒരു ചെറിയ ഒരു ബോക്സിൽ നമ്മൾ ഇദ്ദേഹത്തെ കൂടി നമ്മൾ ബോക്സിലാക്കുകയാണ്. ബോക്സിലാക്കുമ്പോൾ ചെറിയ പ്രശ്നമുള്ളത്, തനി ബോക്സിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടുന്ന് വണ്ടി ഓടി പോകുമ്പോൾ കുലുങ്ങി ഒരു പരുവോ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും കുറച്ച് വേസ്റ്റോ പേപ്പറോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മുട്ടയാണ് നമുക്ക് അടയ്ക്കണമെന്നില്ലല്ലോ. മുട്ടയാകുമ്പോൾ അടയ്ക്കേണ്ടായില്ല. അപ്പോൾ അത് പ്രത്യേകം ചെയ്യുന്നത് നമ്മൾ ഈ മുട്ടയ്ക്കൊരു പ്രത്യേകം എന്നറിയാം. മുട്ട ഇടുമ്പോൾ മുട്ട നമ്മൾ സൂക്ഷിച്ച് വയ്ക്കുമ്പോൾ പാമ്പ് സംരക്ഷകർ പലരും ചെയ്യുന്നത് ഒന്നിൽ ഫാനിൻ്റെ അടിയിൽ വയ്ക്കും. ഫാനിൻ്റെ അടിയിൽ വയ്ക്കാൻ പാടില്ല, ഫാനിൻ്റെ അടിച്ചാൽ വിരിയത്തില്ല. ഒരുപാട് അങ്ങനെ പറഞ്ഞു, മുട്ട കല്ലായിപ്പോയാൽ കട്ടിയായിപ്പോയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫാനിൻ്റെ അടുത്ത് വയ്ക്കുകയോ മണ്ണിലധികം നനവടിക്കുകയോ ചപ്പിൽ അധികം ചൂടടി കിട്ടുന്ന കരിയിലുണ്ടെങ്കിൽ അതിലും മുട്ട വിരിയത്തില്ല. അദ്ദേഹത്തെ സേഫാക്കി ഇങ്ങനെ മുട്ട വെച്ച പോലെ കൊണ്ടുപോയി വിരിയിക്കാൻ വെക്കുമ്പോൾ വേറെ ബെഡുണ്ടാക്കി ബെഡിലേക്ക് മാറണം. ഇറങ്ങി പോകാത്ത രീതിയിൽ വലിയ ബോട്ടിനകത്താക്കി വയ്ക്കും. എന്തായാലും നമ്മൾ സമയങ്ങൾ. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇന്ന് നമ്മുടെ തിരുവനന്തപുരത്ത് നമ്മുടെ ചാക്കയ്ക്കടുത്ത് നമ്മുടെ EMIക്കടുത്ത് നിന്ന് നമ്മുടെ കാർ വർക്ക്ഷോപ്പിൽ നിന്ന് പിടികൂടി 2 മൂർഖനതിയുടെയും 30ഓളം മുട്ട അതിഥികളുടെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയ സംഭവങ്ങളുമായി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാ സ്നേക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ എല്ലാവരുടെ നന്ദി. നമസ്തേ.